പറയാം. ഞാൻ ഇവിടെ വായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും അല്ല അടുത്ത സ്റ്റെപ്പായിട്ടുള്ള കാസ്റ്റിങ്ങിലേക്ക് എത്തിക്കുക. വെൽക്കം ടു ഷോർട്ട് കട്ട്സ് അതൊക്കെ പറയണ്ടേ? വെൽക്കം ടു ഷോർട്ട് കട്ട്സ് അത് പറയാൻ വിട്ടുപോയി. സാധനമായിട്ട് അങ്ങോട്ടൊന്ന് വെച്ച് ഒരു സാധനം കഴിച്ചു അങ്ങോട്ട് വെച്ച് അവിടെ തന്നെ വെച്ചോ. അതിന് വെൽക്കം ടു ഷോർട്ട് കട്ട്സ് പറ. വെൽക്കം ടു ഷോർട്ട് കട്ട്സ്. വെൽക്കം ടു ഷോർട്ട് കട്ട്സ്. നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള കാസ്റ്റിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരാളെ എന്നെ പറ അത് തന്നെ അത് വേറെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അയാളെ കാണാൻ സംസാരിക്കാനായിട്ട് വന്നേക്കാം. പുള്ളി ആർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പുള്ളിക്ക് നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതങ്ങ് കൊടുക്കും. ഷോർട്ട് ഫിലിമിന്റെ പ്രീ പ്രൊഡക്ഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിലാണ് നിൽക്കുന്നത്. അതായത് കാസ്റ്റിംഗ് നമ്മൾ കുറേ തപ്പിത്ത് തെരഞ്ഞ് അവസാനം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ അത്യാവശ്യം ഫേമസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസറിനെയാണ് നമുക്കിപ്പം ഫേമസ് എന്നൊക്കെ പറഞ്ഞു ഹോപ്പ് കൊടുക്കല്ലേ. അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റും. അത്ര ആയിട്ടില്ല. കണ്ടന്റ് ക്രിയേറ്റർ. ഓക്കെ. അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ശരിയാക്കിട്ട് വരട്ടെ. നമുക്ക് ചായ കുടിച്ചിട്ട് വന്നാലും കംപ്ലീറ്റ് ചെയ്യട്ടെ. അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്ററിനാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പം ഈ കഥ നമ്മൾ പറഞ്ഞു ജസ്റ്റ് അങ്ങോട്ട് ഓവറോൾ ഒന്ന് നീ നശിപ്പിക്കുകയാണോ? അപ്പം അത്യാവശ്യം ഞാൻ എവിടെ നിർത്തിയത് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്ററിനെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കഥ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്ക്രിപ്റ്റും കൂടെ വായിച്ചിട്ട് എങ്ങനെയാണ് മുന്നോട്ടുള്ള പരിപാടി എന്നുള്ളത് സംസാരിച്ച് നമ്മൾ ഇന്ന് കൺഫേം ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനായിട്ട് നമ്മളിപ്പോൾ വന്നേക്കണ എവിടെയാണ്? വീണ്ടും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതെ. പിന്നെ ഞാൻ എന്താ മേടിച്ചാൽ പ്രൊഡ്യൂസറെ? ഇല്ല നിങ്ങൾ മൈക്ക് സാമ്പാറിലിടും, അതുകൊണ്ട് മേടിക്കണില്ലൊന്നും. വൈകുന്നേരം ഇന്ന് വെറൈറ്റി ആയിട്ട് ജിജോ സാർ നമുക്ക് ചെലവ് ചെയ്യുന്ന എനിക്കറിയില്ല. കട തുടങ്ങിയതിന്റെ ചെലവ് കട തുടങ്ങിയിട്ട് കടം കയറിയിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ചെലവൊന്നുമില്ലേ? കട തുടങ്ങിയതിന്റെ ചെലവ് കടയിൽ അതിനൂതനമായ വിഭവ സമൃദ്ധമായ ഭക്ഷണ സാധനങ്ങളുടെ കലവറയാണ് പോപ്കോൺ. ഒരു പ്രൊമോഷൻ കിടക്കട്ടെ. നമ്മളെ കണ്ടന്റ് ക്രിയേറ്റർ വിളിക്കൊണ്ട് നോക്കട്ടെ. ഹലോ. വരുന്നില്ലെന്ന് പറയാം. ഈ ലോക്കൽ സെറ്റപ്പിലേക്ക് ഞാൻ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞ. പുള്ളിയോട് 6 മണിക്ക് പോകണമല്ലോ വരുന്നതെന്ന് പറഞ്ഞ കാണിച്ചടാ. ആ ഷൂസ് വരുന്നുണ്ട്. രണ്ട് മണിക്കൂർ 3 മണിക്കൂർ മാക്സിമം അത്രയും പറ്റില്ല. 2 മിനിറ്റിന്റെ ഉള്ളിൽ നിർത്തണം എന്നുള്ളൊരു സാധനം. ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ സിനിമയുടെ ഒക്കെ മേക്കിങ് വ്ളോഗായിട്ട് എടുക്കാന്നുള്ളതാണ്. ഇപ്പം നമ്മളിനി ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റും വ്ളോഗ് എന്നുള്ള രീതിയിലൊക്കെ വെളുപ്പിന് തുടങ്ങിയ അത്രയും നല്ലത്. ഒരു 6 മണി ആ ടൈം അനുസരിച്ച് തുടങ്ങി നമുക്കൊരു 8 മണി 9 മണിക്ക് തീർക്കാം. ഷോർട്ടിന് ഷൂട്ടിങ് തന്നെ ഒരു വ്ളോഗായിട്ട് തന്നെ പോകുള്ളൂ, വേറൊരു വ്ളോഗായിട്ട് പോകും. അത് ഇപ്പം ഇത്രയും തന്നിരിക്കുന്ന സ്ക്രിപ്റ്റ് നമുക്ക് അതേപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യണം. അതെ. അത് സെപ്പറേറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഔട്ട് എങ്ങനെയാണോ വരുന്നത്, മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് ഡബൊക്കെ ചെയ്തിട്ട് പ്രോപ്പർ സിനിമാറ്റിക് എന്നുള്ള രീതിയിൽ തന്നെ വരും. നമ്മളെങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്യണത്, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷോട്ട് വെച്ച്, ഡയലോഗ് അങ്ങനത്തെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന്. എനിക്ക് പിന്നെ ഷോർട്ട് ഫിലിം ചെയ്യാൻ അങ്ങനെ ക്രേസ് ഇല്ലായിരുന്നു, അഭിനയിക്കാനായിട്ട്. ഇതുപോലെ സ്റ്റിൽ റീലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പം ഇവിടെ ഇൻഫോ പാർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പിന്നെ കമ്പനിയിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കൂടിയപ്പോഴത്തേക്കും കൂടെ ഉള്ളവന്മാർക്കും ഒക്കെ ഡയറക്ഷനും എഡിറ്റിങ്ങും ഒക്കെ ക്രേസ് ഉള്ളവന്മാരായതുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു രണ്ട് പ്രാവശ്യം ഷോർട്ട് ഫിലിം ചെയ്തു. 2 വർഷം ഞാൻ കയറി, 2 വർഷം ചെയ്തു. ബെസ്റ്റ് തന്നെ ഷോർട്ട് ഫിലിം ബെസ്റ്റ് ആക്ടർ എല്ലാം നമ്മൾ തന്നെ അടിച്ചു. ജഡ്ജസൊക്കെ പുറത്താണ്. അപ്പോൾ മറ്റേ ഡയറക്ടർ ലാലിൽ പുള്ളി സത്യനന്ദിക്കാട് അവരൊക്കെയാണ് ജഡ്ജസ്. അപ്പോൾ അവരെയൊക്കെ പോയി കണ്ടു. ചിക്കൻ തന്നെയാണ്. ചിക്കൻ്റെ ഒരു ഫീൽ കിട്ടുന്നതാണ്. ഇവിടെ ഗോളം ബൈക്കത്തെ ഷൂട്ട് ചെയ്തപ്പോൾ അതിനകത്തൊരു ചെറിയൊരു ഡ്യൂട്ടി ഡോക്ടറുടെ വേഷം കിട്ടി. അത് തന്നെ ഉച്ചയ്ക്ക് രാവിലെ ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് രാവിലെ പോയി
ആ ഒരു ചെറിയ സാധനം എടുത്തു തീർന്ന് എന്നെ വിട്ടത് അവർ 9 മണിക്കാണ്. എവിടെ ഷൂട്ട് ചെയ്തത്? നമ്മുടെ ഇവിടെ വൈക്കത്ത് ആശുപത്രി. ഫുൾ വൈക്കം തന്നെയായിരുന്നു. ഫുള്ള് വെള്ളൂര് വൈക്കം. ഓഫീസ് വൈക്കം തന്നെയായിരുന്നല്ലോ, അവരുടെ ഓഫീസാണ്. അത് വൈറ്റ് ഗേറ്റിലായിരുന്നു. വൈറ്റ് ഗേറ്റ് വേറെന്തെങ്കിലും വേറെന്താ ഒരു കോപ്പി കൊടുത്ത് അത് കൊടുക്കാനുണ്ടോ? സ്വാതന്ത്ര്യം അയച്ചാലും മതി. സജഷൻ എന്തെങ്കിലും ഒന്ന് പറയണം. എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പോട്ടെ. സമയത്ത് ഞാൻ രാവിലെ ഇറങ്ങിയതാ. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ കാസ്റ്റിംഗ് പകുതി 50% കംപ്ലീറ്റ് ആയി, കൺഫേം ആയി. ഇനി നമുക്ക് ആക്ട്രസിനെ കൊണ്ട് കിട്ടണം. അപ്പോൾ പുള്ളിക്ക് കഥ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ. ഇന്ന് നാടകമോ ആരോടാ നിങ്ങൾ ഈ പറയണേ? ശരിയാണല്ലോ, ഞാനെന്താ നിന്നോട് പറഞ്ഞിട്ടിരിക്കുന്നത്. ആക്ടറിൻ്റെ പേര് വികാസ്. പുള്ളി സ്ക്രിപ്റ്റ് വായിച്ചു, പുള്ളിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ മറ്റേ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് കുറേ അന്ന് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ കുറെ കട്ട് ചെയ്ത് കളഞ്ഞു. പ്രൊഡ്യൂസറോട് അനുവാദം ചോദിച്ചായിരുന്നു എന്തിന് കട്ട് ചെയ്യാൻ? അത് ഡയറക്ടറിന്റെ അല്ലെങ്കിൽ റൈറ്ററിന്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാൻ പ്രൊഡ്യൂസർക്ക് അവകാശമില്ല. പ്രൊഡ്യൂസർക്കും ചില അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ വായിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്? സ്ക്രിപ്റ്റ് കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. മനസ്സിലായി. പുള്ളി ഇച്ചിരി 5 സെക്കൻഡ് പുറകോട്ടാ. അല്ല, നീ പറയണത് പേടിയാ. നീ ഏത് അർത്ഥത്തിൽ ഈ പറയണത് എന്നെ ആ കണ്ണുകൊണ്ട് കാണരുത്. അതിനകത്ത് ഇപ്പം റോംകോം ആണല്ലോ, അഭിനയിച്ച് ഫലിപ്പിക്കണം. കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതല്ലല്ലോ ഉദ്ദേശിച്ച്. കോമഡി ആവുന്നതാണല്ലോ, മറ്റേ ഉണ്ടാക്കുകയല്ലോ, ഉണ്ടാവുകയാണല്ലോ എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രശ്നം. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ എൻ്റെ അകത്ത് മറ്റേ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണെന്ന് രജിസ്റ്റർ ചെയ്യണം. അതൊക്കെ ചുമ്മാ ശരിക്കും പറഞ്ഞ് നീണ്ടുപോണ സംഭവങ്ങളായിരുന്നു. നീണ്ടുപോകണമെന്നല്ല, നമ്മൾ അതിനകത്ത് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പം സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യമില്ലാണ്ടായിപ്പോയി. അതെ, അപ്പോൾ വെറുതെ നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് അതെ നമ്മൾ വെറുതെ അതിൻ്റെ അകത്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ കണ്ടന്റിൻ്റെ ലെങ്ത് ഇൻറ്റൻസ് കുറയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിലുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ സ്ക്രിപ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അവൻ്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരും. കറക്റ്റായിട്ട് വരുന്നില്ല അതിൻ്റെ മേക്കിംഗ് പറയും. അതായത് അവൻ്റെ ഡയലോഗ്സ് ഇല്ലേ, ആ ഡയലോഗ്സ് നേരെ അവൻ ഇമ്മച്ചുവർ ആണോ എന്നുള്ള രീതിയിൽ ആ ഒരു ഫീൽ വരാൻ സാധ്യതയുണ്ട്. ഡയലോഗ്സും സംഭവങ്ങളും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ പോലും അത് ഞാൻ പറയാം പെർഫോമൻസും അതിൻ്റെ മേക്കിങ്ങും പോലെ ഇരിക്കും എന്ന് പറഞ്ഞത്. അതായത് പറഞ്ഞ കേക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതിനകത്ത് കോമഡി ആക്കേണ്ട അവൻ്റെ കയ്യിലിരിക്കണം. കോമഡി ആക്കുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പിനോട് ഒരു സീരിയസ്നെസ് ഇല്ലാത്ത കോമഡി ആക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞു വന്നേ. കോമഡി ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ കോമഡി ഫീൽ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കുമ്പം അച്ഛൻ്റെ പോയിന്റ് വേറെയും അമ്മയുടെ പോയിന്റ് വേറെ ആയിരിക്കും. അതെ, അപ്പോൾ അവർ തമ്മിൽ തർക്കിക്കുമ്പം കാണുന്ന ഒരാൾക്ക് അത് കോമഡി ആയിട്ട് തോന്നാൻ ചാൻസ്. അവർക്കിടയിൽ അത് ഫൈറ്റ് ആയിരിക്കും. അതെ, പക്ഷെ കാണുന്ന ബാക്കിയുള്ളവർക്ക് അത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ കൊള്ളാം. അപ്പോൾ ആ ഐഡിയ ഇല്ലേ, ആ ഐഡിയ മാറിപ്പോരെന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ആയതിനാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള നായകനെയും ഫാൻറ്റസി ആയിട്ടുള്ള നായികനെ ഉദ്ദേശിച്ചേക്കണേ. അപ്പം അത് മനസ്സിലാവണ്ടേ? അത് മനസ്സിലാവും കൂടെ വേണമല്ലോ. മനസ്സിലാവണം നിർബന്ധമുണ്ടോ? പിന്നെ നിർബന്ധമുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, പുള്ളിയായിരുന്നു ചിലപ്പോൾ മറ്റേ പുള്ളിയുടെ ബ്രില്യൻസ് ഒക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാവണ്ട, ചുമ്മാ ഇരുന്ന് മൂന്ന് MDMA ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ എവിടെയാന്നുള്ള കാര്യം പറഞ്ഞു. നമ്മളിപ്പോൾ വൈക്കത്ത് തന്നെ പ്രൊഡ്യൂസറിന്റെ സ്വന്തം ബീച്ചിൽ. കണ്ടോ, എന്നെ പുച്ഛായിരുന്നു. എന്നിട്ട് ഇവിടെ തന്നെ എത്തിച്ചില്ലേ നിങ്ങളെ? അതാണ് മറ്റേ സാധനം കർമ്മ. പറഞ്ഞു വന്ന് കണ്ടന്റ് കളയാതെ പറഞ്ഞു. പുള്ള കളിച്ച് കിടക്കുന്നൊരു കാമുകനും അങ്ങനെ ഒരു ഇതിലെ ഫീൽ വരരുത്, അതാ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഫീൽ എങ്ങനെ വന്നെ അതെനിക്ക് മനസ്സിലാവണില്ല. അതിൻ്റെ അവൻ പറയണ മൊത്തം കാര്യമായിട്ടാണ് പറയണത്. പിന്നെ അവിടെ പുള്ളുകളി അങ്ങനെ ഫീൽ ചെയ്യണം.
അപ്പോൾ താങ്കൾ സ്ക്രിപ്റ്റ് വായിച്ചത് മനസ്സിലാക്കി വായിച്ചിട്ടില്ലെന്ന് അർത്ഥം. എനിക്കത് മനസ്സിലായി, അങ്ങനെ വരുമോ എന്നുള്ള എനിക്കൊരു പേടി. അത് താങ്കൾ അതൊരു കൺസേണാണ് ഞാൻ ഒരു ഷൂട്ട് എന്താ പ്ലാൻ ചെയ്യണേ? ആക്ട്രസ് ആയിട്ടില്ല. ആക്ട്രസ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. കാരണം 2 പേരല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏല് കളക്കൊണ്ടേണ്ടി വരും. അപ്പം അതിനെക്കുറിച്ച് ആലോചിച്ചു അതിൻ്റെ ഇടയ്ക്ക്. വേണ്ട, അല്ല അപ്പൊ പിന്നെ നമുക്ക് റൂം എടുത്ത് കൊടുക്കണ്ട, വിളിച്ചോണ്ട് സദാചാരം കളിച്ച് ഇവിടുത്തെ കപ്പലിനെ കേൾപ്പിച്ചു വിട്ടാലോ? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ചൂരിൽ പിടിച്ചോണ്ട് ഞാൻ പോലീസുകാരില്ല. അന്ന് കണ്ട വൈക്കം ബീച്ചാണ് ഇപ്പൊ അല്ലേ? അന്ന് നമ്മൾ വന്നപ്പോ നല്ല റൊമാൻറ്റിക് സീൻ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? റൊമാൻറ്റിക് സീൻ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബീച്ച് എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുപോയി. എന്റെ കൺസെപ്റ്റിലെ ബീച്ച് ഇതാ. നായകനെ കണ്ടുപിടിച്ച് സ്ഥിതിക്ക് നായികനെ കണ്ടുപിടിക്കാന്നുള്ള പ്രോസസ്സേ ഉള്ളൂ. പ്രോസസ്സർ അടുത്ത വ്ളോഗിൽ കാണാൻ തന്നെ. ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇത് മറ്റേ ഇതാ കൂട്ടുകാരെ കണ്ടിട്ട് ടാറ്റ പറഞ്ഞു. പിന്നെ അല്ലാണ്ട് കൂട്ടുകാരാണല്ലോ. തീർന്നില്ല, നീ എവിടെ പോവാ? കൊണ്ടുപോയി അവൻ ധൃതിയാ. അങ്ങനെ തന്നെ എടുത്തോളൂ, നല്ലത്. എല്ലാം കഴിഞ്ഞ് നേരെ കുറച്ച് ഒരു 10 സെക്കൻഡ് അങ്ങോട്ട്. അതെ, എന്നിട്ട് പൊക്കോളാണ് അതിലെ. നേരത്തെ പ്ലാൻ ചെയ്ത അർത്ഥങ്ങളിൽ തന്നെ ഷൂട്ട് ചെയ്യാനും വെളുപ്പിനെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിൽ തീർക്കാനാണ് പ്ലാൻ. നമ്മൾ ബഡ്ജറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം മിനിമലായിട്ട് ചെയ്യണം, എല്ലാം നല്ല പ്ലാൻഡ് ആയിരിക്കണം. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് സമയം ചിലവഴിക്കാനോ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടാനോ പറ്റത്തില്ല, സമ്മതിക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ തന്നെയാണ്. എക്സ്പീരിയൻസ് ഞാൻ അത്ര അല്ല, അങ്ങനെയല്ല, അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ അങ്ങനെ നോക്കണം. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ വ്യക്തി വികാസ് എന്ന് പറഞ്ഞ വ്യക്തി അത്യാവശ്യം ഷോർട്ട് ഫിലിംസും സിനിമയും ഇൻസ്റ്റാഗ്രാം കോണ്ടന്റ് ക്രിയേഷനും പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും പറയാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്തായിരിക്കും എന്നുള്ളത് അടുത്ത വ്ളോഗിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ടാറ്റ.